വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റ് സാധനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സെറ്റാണെന്നൊക്കെ ഞാൻ തട്ടി അങ്ങ് വിടും, കണ്ടു നോക്കിച്ച് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഈ കാണുന്നത് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല, പക്ഷേ നിങ്ങൾ ശ്രമിക്കൂ, ട്രൈ. ആദ്യം വരച്ച പോലത്തെ സാധനം ഞാൻ ആ കാർഡ്ബോർഡ് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ള് വരച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ പതിപോലെ ഞാൻ എൻ്റെ പർപ്പിൾ കട്ടോരയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വാൾപുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ചെടുക്കല്ലേ, ഇത് കലക്കിയെടുക്കുകയാണ്. നമ്മൾ ദോശ ചുടുന്ന പോലെ ഇരിക്കണം. കുറച്ച് മെറൂൺ കളർ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ആദ്യം പർപ്പിൾ റെഡും കൂടെ മിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പർപ്പിൾ എത്ര മിക്സ് ചെയ്തിട്ടും അങ്ങോട്ട് കളർ ആവണില്ല. അപ്പം ഞാൻ ഓർത്തു ഇത് വൈറ്റ് സിമെൻ്റ് ആണല്ലോ, അപ്പം ഇതിലേക്ക് റെഡ് പെയിൻറ് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടും. ഇതുപോലെ ഇരിക്കും. അവസാനം കളർ അടിക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പൈപ്പിംഗ് ബാഗ് വഴി നമ്മൾ നേരത്തെ വരച്ച സാധനമില്ല അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ എടുത്ത വോൾപുട്ടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വോൾപുട്ടി തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ ഉരുട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി. ഇതാകുമ്പോൾ നമുക്ക് കേക്കിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസും കിട്ടും. പക്ഷെ പറയുന്ന കേട്ടതൊന്നും ഞാനങ്ങ് എക്സ്പേർട്ടാണ്. എനിക്ക് കേക്കൊന്നും ഉണ്ടാക്കാനും പോലും അറിയത്തില്ലേ മക്കളെ. അപ്പോഴാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ഇടയ്ക്ക് ഇതുപോലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്താലും ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി ഇതിനെ മുകളിൽ കൂടെ ഇതുപോലെ വരച്ചു കൊടുക്കും. അപ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മൾ ഇതിലുള്ള മൊത്ത സാധനത്തിനും അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ തണ്ട് പോലെ നീണ്ടിരിക്കുന്ന അവിടെ നമ്മൾ പച്ച കളർ പെയിൻറ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കും. അതായത് വോൾപുട്ടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് പച്ച കളർ അടിച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു അടിപൊളി വോൾ ഡെക്കർ ഉണ്ടായില്ലേ. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു താമരമുട്ടാണ്. ഇത് തന്നെയാണോ യഥാർത്ഥ താമരമുട്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.